ഓരോ നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ ഒരു സ്ഥാനാർത്ഥിയെ പോലെയോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയോടൊപ്പം നിന്ന് കഠിനമായിട്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകരെ പോലെയോ തന്നെ റോഡിൽ ഈ കഠിനമായിട്ടുള്ള വെയിലും എല്ലാം സഹിച്ചുകൊണ്ട് ഇവിടുത്തെ വാർത്തകൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിച്ചു കൊടുത്ത മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളോടും നന്ദി പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോടെ മുന്നോട്ട് പോയിട്ടുള്ള മുഴുവൻ മാധ്യമ സഹോദരന്മാർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടർമാർ വോട്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നീട് പെട്ടി തുറക്കുന്നത് വരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും ഞാൻ അഭിപ്രായം പറയാറില്ല. പക്ഷേ ഇവിടെ എൻ്റെ സുഹൃത്തുക്കള് വളരെ നിർബന്ധപൂർവം നന്ദി പറയാനുള്ള ഒരു അവസരത്തിൽ അതുകൂടി പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്ന് ഒരു വിലയിരുത്തലാണ് നമ്മുടെ സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ വിവിധ മേഖലകളിൽ നിന്നും കിട്ടിയിട്ടുള്ളത്. അതിൻ്റെതായിട്ടുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയുടെ NDAയുടെ നിരവധിയായിട്ടുള്ള ആളുകളുടെ വിജയത്തോടൊപ്പം ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ വികസനത്തിനു വേണ്ടി വിജയിച്ചു പോകാനും അതുപോലെ തന്നെ കൊടുത്ത വാക്കുകൾ അത് പ്രാവർത്തികമാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഓഫീസ് തുറക്കാനുമൊക്കെ സാധിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഞാൻ ഈ നിമിഷം നിൽക്കുന്നത്. മാരിസ് പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് BJPക്ക് വേണ്ടി തീരദേശങ്ങളിൽ ഒരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. അത്തരത്തിൽ വോട്ടുകൾ BJPയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ബാഹ്യ ഇടപെടൽ നടന്നിട്ടുണ്ടെന്നും അത് ആരാണെന്ന് പിന്നീട് പറയാമെന്നുമാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാരിസ് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് ഒരു പക്ഷേ വായിച്ചെടുക്കേണ്ടത്, തീരദേശങ്ങളിൽ മുമ്പെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു വോട്ടിംഗ് ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് അനുകൂലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിലയിരുത്തലാണല്ലോ അതിൽ നിന്ന് വായിക്കേണ്ടത്. ഈ ബാഹ്യ ഇടപെടൽ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ബാഹ്യ ഇടപെടൽ ഇനി ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, എന്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ് എന്ന് പറയാറുണ്ട്. എന്നാൽ എന്റെ സുപ്രീം കോടതി ഗുരുവായൂരപ്പൻ ആയതുകൊണ്ട് ഞാൻ ബിഷപ്പുമാരെ കാണാനോ അല്ലെങ്കിൽ പള്ളിമുറികളിൽ കയറി ചെല്ലുന്ന സമയത്തോ നമ്മുടെ പ്രിയപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ കറുത്ത കുറി മാച്ച് കാസർഗോഡ് പോയതുപോലെ ചന്ദനം മാച്ച് ഒരു പള്ളിയിൽ പോയി വികാരിയച്ഛന് മുന്നിൽ ഇരിക്കുന്ന ഒരാളുമല്ല. ഇനി അങ്ങനെ കൃഷ്ണനെങ്ങാനും നേരിൽ അവതരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപത്തിലൊക്കെ ആണല്ലോ വരിക, അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ തീരദേശത്തുള്ള സഹോദരീ സഹോദരന്മാർക്ക് ശോഭ പാർലമെന്റിൽ ജയിച്ചു പോയാൽ ഞങ്ങളുടെ ഒരു ജോലിക്കാരിയായി പ്രവർത്തിക്കുമെന്നുള്ള എന്റെ വാക്കുകളെ ഉൾക്കൊള്ളാൻ കൂടുതൽ സാധിച്ചിട്ടുണ്ടായിരിക്കണം എന്ന് ഞാൻ കരുതുന്നു.